ഹായ്. ഞങ്ങൾ എന്താ പാമ്പൂരിലാണ് കേട്ടോ. പാമ്പൂരല്ലേ, പാമ്പൂര് കാവടിക്ക് പോകാൻ നിൽക്കുക. ഉണ്ണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഫ്രണ്ട് ഞങ്ങളെന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാമ്പൂര് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ അവിടെ പാമ്പൂര് കാവടിയാണ്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ രാത്രി 8:30 ആയി. അത് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത്തിരി ലേറ്റായി. അപ്പോൾ പിന്നെ ജസ്റ്റ് അവർ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് നേരം കവടി കണ്ടിട്ട് വരാൻ കുറച്ച് നേരം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേ, പോവാ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് സുഭാഷ്, നമ്മുടെ ഫ്രണ്ട്. ആളുടെ ഭാര്യയാണ് സൗമ്യ. ഒരു പാലക്കാടാണ്. പാലക്കാട് കുനിശ്ശേരിയിലാണ് വീട്. ഇവിടെയാണ് സൗമ്യന്റെ വീട് പല്ലശ്ശന. സുഭാഷ് ഇവിടെ സുഭാഷ് ഇവിടെ ചെറുപ്പത്തിൽ വന്ന കേട്ടോ. നമ്മള് എത്ര വയസ്സിലെന്നാ 25 വർഷത്തിന് മീതായിട്ട് ഇവിടെ തൃശ്ശൂരിനെ ചെറുപ്പത്തിൽ വന്ന 18 വർഷത്തിന്റെ പ്രായത്തിൽ വന്നാണ് ഇവിടെ. അപ്പൊ അതാ മുടിയൊക്കെ നരച്ചു. ഇപ്പോഴും ഇവിടെ തന്നെയാണ്. 20 വർഷത്തെ വരെ. അപ്പൊ വിയൂരിനായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവര് പാമ്പൂർക്ക് മാറി താമസം മാറി. മുന്നേ മറ്റേ ഈ കാവടി നടക്കുന്ന അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് അവരുണ്ടായിരുന്നത്. ഇപ്പൊ അവിടുന്ന് താമസം മാറി കുറച്ചും കൂടി ഒരു 1/2 കിലോമീറ്ററിലെ ഉള്ളിലേക്കാണ്ട് പോകുന്നു. വലിയ പറമ്പ് എന്നുള്ള സ്ഥലത്താണ് പോകുന്നത്. കഴിഞ്ഞൊക്കെ അവർക്ക് കുറച്ചും കൂടി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കാവടിക്ക്. ഇപ്പൊ പ്രാവശ്യം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ പെണ്ണ് കാണാൻ വന്നത് ആദ്യം ഉണ്ണേട്ടനും ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് പെണ്ണ് കാണാൻ പോയത്. അതൊരു വലിയ കഥയായിരുന്നു. ഓരോ സ്ഥലങ്ങളിലേക്ക് പാലക്കാട് പെണ്ണ് വേണ്ടാണ്ട് കയറി. ലാസ്റ്റ് അത് സുഭാഷ് പറയാറുണ്ട്, നിനക്ക് പാലക്കാട് തന്നെ കിട്ടുള്ളൂ എന്നുള്ളത്. വടക്കഞ്ചേരി വരെ കുഴപ്പമില്ല, അത് കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പോ പിന്നെ ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എന്നെ കാണാൻ വരുമ്പോ ഇവരെ കല്യാണം ഉറപ്പിച്ചിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെയും കല്യാണം. അങ്ങനെ 3 മാസം കല്യാണങ്ങൾ കഴിഞ്ഞ് പിന്നെ എന്റെ ഫ്രണ്ടായി ചേട്ടന്റെ വൈഫ് ചേച്ചി, ഞങ്ങള് നല്ല കട്ട ഫ്രണ്ട്സ് ആയി. ഇവര് കട്ട ഫ്രണ്ട്സ് പോലെ കട്ട ഫ്രണ്ട്സ് ആയി. അങ്ങനെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ പിന്നെ മോൻ സുഭാഷ് പിന്നെ ഗോൾഡ് വർക്ക്. മോൻ 8ാം ക്ലാസ്സിലല്ലേ, 8ാം ക്ലാസ് പഠിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാം. അവര് ഏട്ടനും എന്തേ അവർക്ക് ഒരുമിച്ചിരിക്കാം. നെയ്ച്ചോറം എന്താ സംഭവം, ബിരിയാണി. ചേച്ചി നല്ല കുക്കാണ് കേട്ടോ, അടിപൊളിയായിട്ട് കുക്ക്. ആദ്യമൊക്കെ ഇവര് ചെറുതായിരിക്കുമ്പോഴേ വേറെ ക്ലാസ് ഒന്നും പോവാത്ത സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് കൊറേ നേരം ഇവിടെ ഇരുന്ന് ചേച്ചി അപ്പൊ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ കഴിച്ചു. അത് ഈ വീട്ടിലല്ല കേട്ടോ, അത് വേറെ വീട്ടിലായിരുന്നു. അമ്പലത്തിന്റെ അടുത്താണ് വീട്. അവിടെ കാവടിയാണ് ഒന്നുകൂടി സുഖമായിരുന്നു. അതെ അതെ, താഴെ തന്നെ കാവടി തുടങ്ങി. ആ വീടിന്റെ മുന്നിൽ തന്നെയാണ് ഒരു കാവടി ഒരു ടീം സ്റ്റാർട്ട് ചെയ്യുക. അതെ, അപ്പൊ അങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ വരും. എന്നിട്ട് ചേച്ചി ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചിട്ട് കുക്ക് ചെയ്ത് സെർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുക്കാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ വേണ്ടി പറയണതല്ലേ. അവര് വീട് പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ കോലഴി, അപ്പൊ അതിന്റെ ഒരു തിരക്കിലും കൂടിയാണ്. എന്റെ ഫ്രണ്ട്സ്മാരിനെയൊക്കെ ഒഴിവാക്കി ഞങ്ങള് പിന്നെ സ്പെഷ്യലായിട്ട് എല്ലാ പൂരത്തിനും വിയൂര് പൂരത്തിനും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പൂരത്തിനും ഇവര് ഒരുമിച്ച് നമ്മളൊരു ഫാമിലി പോലെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ പരിപാടിയൊക്കെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഞാനും അതെ അതെ. ഇവരൊക്കെ ചെറുതായിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവര് അബിയും ഒക്കെ ആയിട്ട് കളിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഫുൾ ഷെയർ ചെയ്യും. ഒരു ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ അറിയാലോ, അങ്ങനത്തെ ഒരു ടെൻഷനുള്ള ആളാണ്. അപ്പൊ ഞാൻ അയ്യോ സൗമ്യ ചേച്ചി ഇങ്ങനെ അങ്ങനെ.
അപ്പൊ സൗമ്യ ചേച്ചി കുറെ സമാധാനിപ്പിക്കാൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ തിരക്കുകൾ ഇപ്പൊ ഓരോ ക്ലാസ്സുകളിലേക്കൊക്കെ പോണ കാരണം കൊണ്ട് വരാൻ സമയം. പിന്നെ ചേച്ചിക്കും ജോലി ഉണ്ടല്ലോ, വീഡിയോന്റെ തിരക്കുണ്ട്. പിന്നെ ചേച്ചിക്കും ജോലി ഉണ്ട്. അപ്പൊ പിന്നെ ആദ്യം വീട്ടിൽ സ്റ്റിച്ചിങ് തന്നെ ആയിരുന്നു, വീട്ടില് സ്റ്റിച്ചിങ് തന്നെ ആയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഒരു 6-7 വർഷം 7 വർഷമായി കല്യാണം. 7 വർഷമായി അവിടെ പോയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, വീടൊക്കെ ഒന്ന് സെറ്റായി. അവിടെ പോയത് കൊണ്ട് കല്യാണില് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കൊരു വീട് ഉണ്ടാക്കാനുള്ള ഒരു ഇത് പറ്റി, സാഹചര്യം ഉണ്ടായി. വീട് പണി തുടങ്ങണം അല്ലേ? തറയിട്ട് ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് പഞ്ചായത്തിന് വീട് പാസ്സായിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ എങ്ങനെയൊക്കെ ഒത്തു വന്നു, വീട് പണി തലപ്പായിരിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാവും. ജോലി ഉള്ളത് കൊണ്ടും മുന്നോട്ട് പോയി. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് മാത്രം ജോലിയായിട്ട് കാര്യമില്ല. ഇവരാണ് അപ്പൊ ഞങ്ങളുടെ എന്തുണ്ടെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവരിനോട് പറയും. അപ്പൊ എന്നും ഇവര് കൂടെയുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കാവടി കാണാൻ ഇറങ്ങിയിട്ടാ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും അവര് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ, റെഡി ആവണേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം അവിടെ നിന്ന് അവരുടെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റി. എനിക്ക് ഇങ്ങനത്തെ ഡാൻസ് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ് അവരുടെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന കുറച്ച് പേര് വന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ടോ. അവർക്ക് നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്, എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അത്രത്തോളം ഭയങ്കര ഒരു സ്നേഹത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചോട്ടോ അവര്. ഞങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാണ് ചേച്ചിയുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്ന്, പിന്നെ ഒരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങള്. അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളോട് അത്രമാത്രം ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശിങ്കാരി മേളത്തിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങിട്ടോ. പിന്നെ ഒരു ടേണിങ് എത്തിയപ്പോ അവരവിടെ നിന്ന് കൊട്ടി. എന്റെ അമ്മോ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നി. അത്രയും എന്താ പറയാ, ഭയങ്കര എനർജി ആയിരുന്നു അവർക്ക്. അവരുടെ ആ കളിയും എന്താ പറയാ, നമുക്ക് ഭയങ്കര കണ്ട് അങ്ങനെ മതിയാവില്ല, അത് കണ്ടിട്ടേ നിൽക്കാൻ തോന്നും. എനിക്ക് അങ്ങനെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശിങ്കാരി മേളത്തിന്റെ ആ ഡാൻസും അവരുടെ ആ ഒരു ചാട്ടമൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ആ കൊട്ടൊക്കെ ആസ്വദിച്ച് കണ്ടു കേട്ടോ. ഒരു 11 മണി വരെയൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കാരണം കുട്ടികൾക്ക് പിറ്റേ ദിവസം ട്യൂഷൻ ഉണ്ട്, പിന്നെ സൗമ്യ ചേച്ചിയുടെ മോന് പരീക്ഷയുണ്ട് പിറ്റേ ദിവസം. അപ്പൊ പിന്നെ ഒരുപാട് വൈകിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങളൊരു 11 മണിയോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പൂരിന്ന് നേരെ ഒരു 5 മിനിറ്റേ വേണ്ടുള്ളൂ വിയൂർക്ക് വരാൻ. 5 മിനിറ്റിന്റെ ആവശ്യമില്ല കേട്ടോ, അത്രയും എളുപ്പമാണ്. ആ പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ അമ്പലത്തിന്റെ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ MLA റോട്ടിൽ കൂടെ നേരെ പൂങ്കുന്നം സെന്ററിലെത്താം. അപ്പൊ ആ വഴിക്ക് പോവാന്ന് വിചാരിച്ച ആ വഴിക്ക് പോയി കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോ ഉണ്ടോ ഫുള്ള് ഇരുട്ട്. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ കുറെ വഴികളുള്ള കാര്യം ഏതൊക്കെയോ വഴികളിലൂടെ പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഗൂഗിൾ മാപ്പ് ഇട്ടു കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ അതിലും കറക്റ്റ് ആയിട്ട് വഴി മനസ്സിലാവണില്ല, ഏത് വഴി കൂടെ പോകേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയില്ല. എന്നിട്ട് ലാസ്റ്റ് കുറെ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്, ഞങ്ങൾക്കാണെങ്കിൽ ഫുള്ള് ഇരുട്ടായ കാരണം കൂടെ കുട്ടികൾ പറയാം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ ഉണ്ട് എന്ന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങള് ഈ അമല ഹോസ്പിറ്റലും കഴിഞ്ഞ് അപ്പുറത്ത് ആണ് ഞങ്ങൾ നേരെ പോയി മുട്ടിയത്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് വിയൂരെത്തേണ്ട ഞങ്ങള് അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു വിയൂരെത്താന്. അങ്ങനെ അപ്പോ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.